ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഈ ഒരു വീഡിയോയിൽ ഒരുപാട് തരത്തിലുള്ള ഹോളുകളും അതുപോലെ തന്നെ പാച്ച് വർക്കൊക്കെ നല്ല കട്ടയ്ക്ക് സീലൻ്റ് ഇട്ട് അടിപൊളിയായിട്ട് ക്ലിയർ ചെയ്യുന്ന ഒരുപാട് തരത്തിലുള്ള സംഭവങ്ങൾ ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഈ ഒരു അണ്ടർ ബോഡി കോട്ടിംഗ് വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കാണേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് മനസ്സിലാവും. പിന്നെ കഴിഞ്ഞ 2-3 വീഡിയോകളിൽ നമ്മൾ വണ്ടി കഴുകുന്നതൊന്നും കാണിച്ചില്ല കേട്ടോ. വണ്ടി നന്നായിട്ട് അണ്ടർ ബോഡി നന്നായിട്ട് കഴുകണം. അത് ഡീസൽ വാഷ് തന്നെ ചെയ്യണം കേട്ടോ. അത് എന്നത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എന്തെങ്കിലും ഓയിൽ ലീക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അണ്ടർ ബോഡി കോട്ട് ചെയ്യുമ്പോൾ ശരിക്കും അത് പിടിക്കില്ല, പെയിൻറ്റ് ശരിക്കും പിടിക്കില്ല. അതുകൊണ്ട് തന്നെ ഡീസൽ വാഷ് ചെയ്യണം. സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നല്ലോണം ഡീസൽ ഒഴിച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം ഈ അണ്ടർ ബോഡി കോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 2-3 വീഡിയോയിൽ ആ ഒരു അണ്ടർ ബോഡി വാഷ് ചെയ്യണ വീഡിയോ നമ്മൾ കാണിച്ചില്ല. അതുകൊണ്ട് ആണ് ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്തേക്കണം. ആ ഒരു വീഡിയോ കുറച്ച് ഭാഗമാണ് ആഡ് ചെയ്തേയുള്ളൂ. അവിടെ വാഷിംഗ് സെൻറ്ററിൽ കിടക്കണ ഒരു അത് വാഷ് ചെയ്തിട്ട് ഞാനവിടെ വണ്ടി കൊണ്ടുപോയി കൊടുത്തിട്ട് വാഷ് ചെയ്തിട്ട് ഇട്ടായിരുന്നതാണെന്ന് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടിയിൽ ഇതുപോലുള്ള ഒരുപാട് തരത്തിലുള്ള തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഈ വേനൽക്ക് തന്നെ ഇങ്ങനെ അടിച്ച് ക്ലിയർ ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് മഴക്കാലത്ത് തുരുമ്പ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ സാധിക്കും. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള വലിയ വലിയ ഹോളുകൾ ഈ വണ്ടിയിലുണ്ടായിരുന്നു കേട്ടോ. അടിയിൽ ഒരുപാട് പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ സീലൻ്റ് വെച്ച് ഫുള്ള് പുട്ടി ക്ലിയർ ചെയ്യണ പോലെ ഫുള്ള് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ സംഭവം റെഡിയാക്കി വെക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വലിയ വലിയ ഹോളുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം സീലൻ്റ് വെച്ച് ഹോൾ അടച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ടാണ് നമ്മൾ പെയിൻ്റ് അടിച്ചേക്കണത്. പിന്നെ ഒരുപാട് വണ്ടികൾ നമ്മൾ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വണ്ടി കുറവായിരിക്കും. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സെയിം പ്രൈസ് തന്നെയാണ് നമ്മൾ മേടിച്ചത്. അല്ലാണ്ട് അതിൻ്റെ ഓവർ പൈസയൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല. ഹോളുകൾ ഒരെണ്ണം പോലും വിടാതെ എല്ലാ ഹോളുകളും ഡീറ്റെയിൽ ആയിട്ട് അടച്ചിട്ടാണ് നമ്മൾ സീലൻ്റ് വെച്ച് അടച്ചിട്ടാണ് നമ്മൾ ഈ സംഭവം ചെയ്തേക്കണം. ഇത് കണ്ടില്ലേ, ഇതൊരു അടിപൊളിയല്ല കേട്ടോ, നല്ലൊരു ഹോളായിരുന്നു കേട്ടോ. ഒരു പാച്ച് വർക്ക് പോർഷനാണ് ഈ ഒരു കാണുന്നത്. ഇവിടെയൊക്കെ തുരുമ്പ് പിടിച്ചത് കണ്ടോ, ഹോള് കണ്ടോ. ഇവിടെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് തരത്തിലുള്ള ഹോളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ സീലൻ്റ് മേടിച്ചിങ്ങനെ ആ ഹോളിൽ കൂടെ നല്ലതായിട്ട് ഇട്ട് കൊടുക്കും, നല്ല കനത്തിലിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഇത് ഉണങ്ങാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത്. കുറച്ച് നേരം കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നല്ല കട്ടിയിൽ അതിങ്ങനെ നിന്നോളും. പിന്നെ ഒരു കാലത്തും അത് സാധനം പറഞ്ഞു പോകില്ല. അത്യാവശ്യം ഒരുപാട് ഹോളുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് നമ്മൾ സീലൻ്റ് വർക്ക് ചെയ്തു. ഒരു സീലൻ്റ് ഫുള്ള് നമ്മൾ ഹോൾ അടയ്ക്കാൻ വേണ്ടി എടുത്തു കേട്ടോ. ഈ സീലൻ്റ് ഉണങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പെയിൻറ്റിങ് കടയും വന്നു കഴിയുമ്പോൾ, പെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റബ്ബർ കോട്ടിങ്ങുള്ള പെയിൻറ്റിങ് കടയും വന്നു കഴിയുമ്പോൾ എക്സ്ട്രാ കോട്ടിങ്ങാണ് സംഭവം. അതെന്ന് കഴിഞ്ഞാൽ നല്ലൊരു കോട്ടിങ്ങായിട്ട് അങ്ങനെ നിൽക്കും. പിന്നെ ഈ ഒരു സാധനം നല്ല ഒരു കോട്ടിങ്ങാണ് ഈ റബ്ബർ ബ്ലാക്ക് എന്ന് പറഞ്ഞ സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൈ കൊണ്ട് ഇത് ഇങ്ങനെ മാന്തി നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ വലിച്ച് നോക്കുവാണെങ്കിൽ സാധാരണ ഈ ചേസ് ബ്ലാക്ക്, മഡ് ബ്ലാക്ക് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഈ അണ്ടർ ബോഡി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മാന്തുക, അല്ലെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മാന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പെയിൻറ്റ് പോലെ ഇങ്ങനെ സ്ക്രാച്ചായി ഇങ്ങനെ പൊളിഞ്ഞു പോരും. പക്ഷേ ഈ ഒരു റബ്ബർ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ട് മാന്തിയിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ റബ്ബർ പോലെ ഇങ്ങനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വരും. റബ്ബർ പോലെ മെഴുക് പോലെ ഇങ്ങനെ ആയിരിക്കും. അങ്ങനെയാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ ഈ ഒരു കൂടിയ മെറ്റീരിയൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം അങ്ങനെ നല്ല സൂപ്പറായിട്ട് കിട്ടും. പിന്നെ കണ്ടില്ലേ, ഇവിടുത്തെ ഹോളൊക്കെ കണ്ടില്ലേ അടച്ചുകൊണ്ട്, അവിടുത്തെ ഹോൾ ഏരിയയൊക്കെ കണ്ടോ, നല്ലൊരു എലിയൊക്കെ കടന്നു പോകാൻ പാകത്തിനുള്ളൊരു ഹോളുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഈ വണ്ടിയിൽ. പിന്നെ ആ ഹോളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നല്ല സൂപ്പറായിട്ട് അടച്ചിട്ടുണ്ട്. പിന്നെ ആ സൈഡിൽ റൈറ്റ് സൈഡിൽ വരുന്ന ഒരു വലിയ ഹോൾ ഉണ്ടായിരുന്നില്ലേ, ആ ഒരു ഹോള് ഉള്ളിൽ നമ്മൾ റബ്ബർ ബുഷ് കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടാണ് സീലൻ്റ് വെച്ചിട്ട് അടച്ചത്. അപ്പോൾ നമ്മൾ ഇത്ര അധികം സെറ്റപ്പായിട്ട് ചെയ്തേക്കുന്ന ഒരു വേറെ വണ്ടിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി ഇനിയിപ്പോൾ മഴയത്ത് ഫുൾ ടൈം ഓടിച്ചുകൊണ്ട് നടന്നാൽ ഇതിൻ്റെ അടിയിൽ ഒരു തരി തുരുമ്പ് ഇനി പിടിക്കില്ല. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വേനൽ അതിൻ്റെ പീക്കിൽ നിൽക്കുവാണ്. നല്ല അടിപൊളി വേനലല്ലേ ഇപ്പം. ഈ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂട് കാലമാണ്.
അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ അണ്ടർ ബോഡി കോട്ട് ചെയ്യേണ്ടത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകളും കഴിഞ്ഞ് കഴിയുമ്പോൾ മഴ വരും. പിന്നെ മഴയത്ത് നമ്മൾ ഈ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് സമയം കണ്ടെത്താൻ പറ്റില്ല. സമയം കണ്ടെത്തിയാൽ തന്നെയും ഈ കോട്ടിങ് ചെയ്തിട്ട് നമ്മൾ ഈ മഴയത്തേക്ക് വണ്ടി ഇറക്കുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി പെട്ടെന്ന് അർജൻറ്റൊക്കെയുള്ള കേസുകളൊക്കെ ആണെങ്കിൽ 1-2 ദിവസം ഒക്കെ അല്ലാണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ മഴയത്തേക്ക് ഇറക്കി കഴിയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിങ്ങൊക്കെ കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ബിക്കോസ് അടിക്കുന്ന പെയിൻറ്റ് റബ്ബർ ബ്ലാക്ക് ആയതുകൊണ്ട്. ഈ ഒരു സാധനം ശരിക്കും പറഞ്ഞാൽ ഉണങ്ങാനായിട്ട് ഒരുപാട് ടൈം പിടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മാറ്റ് ബ്ലാക്കും ചേസ് ബ്ലാക്കും ഒക്കെ അടിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഉണങ്ങും. പക്ഷേ ഈ ഒരു സാധനം ഉണങ്ങാനായിട്ട് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഈ ഒരു വേനൽക്ക് തന്നെ അടിച്ചിടുവാണെങ്കിൽ തന്നെ പെട്ടെന്ന് അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാര പൈസയ്ക്ക് അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇപ്പം കുറഞ്ഞ 2000 രൂപയ്ക്ക് താഴെ കോട്ടിങ് ചെയ്യുന്ന 1500 1000 രൂപയ്ക്കൊക്കെ കോട്ടിങ് ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു കസ്റ്റമർ വന്നു, അണ്ടർ ബോഡി കോട്ട് ചെയ്തതാണ്, ഈ സാധനം ഒന്ന് ചെക്ക് ചെയ്യാവോ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വണ്ടി ലിഫ്റ്റ് കയറ്റി പൊക്കി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സെൻട്രൽ പോർഷനൊന്നും ഒരു വന്നിട്ടില്ല, പെയിൻറ്റ് വന്നിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചുമ്മാ പെയിൻറ്റ് സ്പ്രേ അടിച്ച് വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് പെയിൻറ്റ് സ്പ്രേ എന്നാണ് അതിന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതൊരു അണ്ടർ ബോഡി കോട്ടിംഗ് അല്ല. അണ്ടർ ബോഡി കോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം അണ്ടർ ബോഡി ശരിക്കും കോട്ടിംഗ് ആയിട്ടിരിക്കണം. ഒരു കോട്ടിങ് പോലെ ഇരിക്കണം. ഇത് ചുമ്മാ ജസ്റ്റ് പെയിൻറ്റ് സ്പ്രേ, അത് ജസ്റ്റ് പെയിൻറ്റ് സ്പ്രേ ആയിരുന്നു. അപ്പോൾ ഞാൻ ആ പുള്ളിയോട് പറഞ്ഞു ഇത് അണ്ടർ ബോഡി കോട്ടിംഗ് അല്ല, നമ്മളൊരു വീഡിയോ കാണിച്ചു കൊടുത്തു പുള്ളിക്ക്. അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി ഒന്നോടെ അവിടെ പോയിട്ട് ഏതായാലും ഞാൻ 2000 കൊടുത്തതല്ലേ, അപ്പോൾ ഒന്നോടെയും പോയിട്ട് ഒന്നോടെയും ചെയ്യാം, ഇനിയിപ്പോൾ നിൻ്റെ അടുത്തൊന്ന് ചെയ്യണമെങ്കിൽ നിനക്കും നഷ്ടം എനിക്കും നഷ്ടം, അങ്ങനെ പറഞ്ഞു. പിന്നെ ഇതൊന്നും ആരും ചെയ്തു കൊടുക്കില്ലാത്തൊരു ഐറ്റമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, റബ്ബറല്ല ടയറിൻ്റെ ഉള്ളിലൊക്കെ കോട്ട് ചെയ്ത് കൊടുക്കണം സംഭവം. ഒരു സ്ഥലത്തും ചെയ്യില്ലാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ അണ്ടർ ബോഡി കോട്ടിങ്ങിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ടയറിൻ്റെ ഉൾഭാഗമൊക്കെ അടിച്ച് ക്ലിയർ ചെയ്ത് വിടൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഹോളുകളൊക്കെ എല്ലാം ഡീപ്പായിട്ട് അടിപൊളിയായിട്ട് ചെയ്യണ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ചിന്തിക്കും കേട്ടോ, ഇതൊരു അണ്ടർ ബോഡി കോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ലേ, വണ്ടി കൊണ്ടുപോയി പൊക്കിയിട്ട് ചുമ്മാ പെയിൻറ്റ് മേടിച്ചിട്ട് ചുമ്മാ സ്പ്രേ ചെയ്ത് വിട്ടാൽ പോരെ, അല്ലാണ്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇതിന് വലിയ ഇതുണ്ടോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും, ഇത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടോയെന്ന് വിചാരിക്കും. പക്ഷേ ഈ ഒരു അണ്ടർ ബോഡി കോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വണ്ടീനെ സംബന്ധിച്ച്. വണ്ടി നമ്മുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഫുൾ ടൈം മഴയായിരിക്കും. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് വെള്ളക്കെട്ടും. നമ്മുടെ റോഡിൻ്റെ അവസ്ഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒട്ടും പുറത്തു പോകില്ല, എല്ലാം റോഡിൽ തന്നെ ഉണ്ടാവും. കാരണം നമ്മുടെ റോഡിൽ ഒരുപാട് കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലും വെള്ളം ഉണ്ടാവും. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കും. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ വെള്ളമായിട്ട് സമ്പർക്കത്തിൽ വരുന്നൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ബോഡിയാണ്. ആ അണ്ടർ ബോഡിയിൽ വരുന്ന എല്ലാ സംഭവങ്ങളും വെള്ളമായിട്ട് ഒരുപാട് നേരം ഇങ്ങനെ വെള്ളം ഇരുന്ന് പിന്നീട് ചെളി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പിന്നെ തുരുമ്പായി മാറും. അപ്പോൾ ഈ ഒരു അണ്ടർ ബോഡി കോട്ടിങ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ആ ഒരു ചെളിയൊന്നും അതിനകത്തേക്ക് പിടിക്കില്ല. ഈ വശമൊക്കെ കണ്ടില്ലേ, ഇതൊക്കെയായിരുന്നു ആ ഹോളുണ്ടായിരുന്ന ഒരു സംഭവം. ഹോളുണ്ടായിരുന്ന വശമാണ് ഇതേ കണ്ടോ, അവിടെയൊക്കെ അതേ നമ്മൾ സീലൻറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഹോളൊന്നും കാണാനേ ഇല്ല. ഇതേ ഇവിടെ വേറൊരു ഹോളുണ്ടായിരുന്ന സംഭവം, അവിടെ ഇതേ ഞെക്കി നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കുക. ഇനി കണ്ടോ ഇവിടെയൊന്നും ഒരു സംഭവം ഒരു രീതിയിൽ ഇനിയൊരു തുരുമ്പ് കാര്യങ്ങൾ വരില്ല, അടുത്തെങ്ങാനും വരില്ല. അല്ലെങ്കിൽ പിന്നെ എല്ലാം വാരി ചരണ്ടി പറക്കി ഇടണം. കണ്ടോ ഇവിടെയൊക്കെ കണ്ടില്ല, ഡീപ്പ് ഹോളുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. എല്ലാ ഹോളും അടിപൊളിയായിട്ട് സീലൻ്റ് വെച്ചാൽ ഫില്ല് ചെയ്ത് കോട്ട് ചെയ്ത് അടിപൊളിയായിട്ട് എടുത്തു. പിന്നെ ബാക്കിൽ ഇവിടെ ഒരു വലിയൊരു ഹോളുണ്ടായിരുന്നു. ആ ഒരു ഹോൾ നോക്കി, ആ ഹോൾ എവിടെയാണെന്ന് പോലും കാണാൻ പറ്റുള്ള. പിന്നെ ഇവിടെയൊക്കെ ചുമ്മാ ഫുള്ള് തുരുമ്പുണ്ടായിരുന്ന സ്ഥലമാണ്. വീഡിയോയുടെ ഫസ്റ്റ് ഒന്നോടെ റീവൈൻഡ് ചെയ്ത് നോക്കി, ഫുള്ള് തുരുമ്പുണ്ടായിരുന്ന സ്ഥലങ്ങൾ ഫുള്ള് അടിച്ച് ക്ലിയർ ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ലൈക്ക് തരിക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ അടുത്ത് അണ്ടർ ബോഡി കോട്ട് ചെയ്തില്ലെങ്കിലും വേറൊരു നല്ല രീതിയിൽ അണ്ടർ ബോഡി കോട്ട് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് എല്ലാവർക്കും ഒന്ന് അണ്ടർ ബോഡി കോട്ട് ചെയ്യുക. കാറ് ഒക്കെ യൂസ് ചെയ്യണ ആൾക്കാർ ആണെങ്കിൽ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നത് മഴക്കാലമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയൊരു തുരുമ്പുണ്ടായി അണ്ടർ ബോഡിയൊക്കെ ഫുള്ള് തുരുമ്പെടുത്ത് പോണതിനേക്കാളും നല്ലത് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് നിസ്സാര പൈസയ്ക്കൊക്കെ എത്ര റേറ്റിനൊന്ന് കോട്ട് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നല്ലതാണ് കാർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.